ഹായ്, വെൽക്കം ബാക്ക് ടു സിലബസ് ഡിസ്കഷൻ. ഒരു പുതിയ പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ ഇത് ഓൾറെഡി ഇതിന്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട ആ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 ഇൻ ഹെൽത്ത് സർവീസസ്, ഈ രണ്ട് തസ്തികയിലേക്ക് വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള എക്സാം ആണ്. അപ്പൊ ഇതിന്റെ എക്സാമിന്റെ ഡേറ്റും ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏപ്രിൽ 25 ഒരു വെള്ളിയാഴ്ചയാണ്. ഏപ്രിൽ 25 ഇതിന്റെ എക്സാം. അപ്പോ നമുക്ക് ക്വിക്ക് ആയിട്ട് ആ ഒരു നോട്ടിഫിക്കേഷനും അവൈലബിൾ വേക്കൻസിയും ഒക്കെ ഉള്ള ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് സിലബസ് ഡീറ്റെയിൽസിലേക്ക് വരാം. ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 എന്നുള്ള തസ്തികയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പം വേക്കൻസി നോക്കുവാണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം 18, കൊല്ലം 8, പത്തനംതിട്ട 8, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ആന്റിസിപ്പേറ്റഡ് എന്നാണ് വേക്കൻസീസ് പറയുന്നത്. അത് ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എറണാകുളം 41, തൃശൂർ 52, പാലക്കാട് 4, മലപ്പുറം 23, കോഴിക്കോട് 8, വയനാട് 5, കണ്ണൂർ 3, കാസർഗോഡ് 5. ഈ രീതിയിലാണ് ഇതിന്റെ വേക്കൻസീസ് വരുന്നത്. അതേപോലെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ വേക്കൻസീസിന് അവര് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസീസ് ഫില്ല് ചെയ്യാതെ കിടപ്പുണ്ടെങ്കിൽ അതും ഈ ഒരു ലിസ്റ്റിൽ നിന്ന് തന്നെ എടുക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ആ ഒരു പരീക്ഷയുടെ ഒരു പാറ്റേൺ, എങ്ങനെയാണ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എങ്ങനെയാണ് വരിക എന്ന് ക്വിക്കായിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആ ഒരു എക്സാമിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ എക്സാമിൽ മൊത്തം 10 സെക്ഷൻസ് ആയിട്ട് തിരിച്ചിരിക്കുകയാണ് അതിനകത്ത് സബ്ജക്ട്സിന്. അപ്പം ഓരോ സെക്ഷനും 10 മാർക്ക് വീതമാണ്. അങ്ങനെയാണ് ആ ടോട്ടൽ 100 മാർക്ക് വരുന്നത്. 90 മിനിറ്റിന്റെ എക്സാം ആണ്. അപ്പം ബേസിക്കലി നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് പബ്ലിക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ആൻഡ് മെഡിസിൻ ആൻഡ് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത്. ആൻഡ് ആസ് യൂഷ്വൽ PSCയുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് MCQs തന്നെയാണ്. ആൻഡ് ഇവിടെ നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ഒരുപാട് അപ്ലൈഡ് നോളജിൽ, പ്രത്യേകിച്ചും അവർ ഡിസീസ് പ്രിവെൻഷൻ, പബ്ലിക് ഹെൽത്ത് ലോസ്, ഹെൽത്ത് കെയർ സിസ്റ്റംസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാടധികം എംഫസിസ് കൊടുത്ത് ഒരുപാടധികം പ്രാധാന്യം കൊടുത്ത് അതിന്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ആസ് യൂഷ്വൽ 0.33 നെഗറ്റീവ് മാർക്കിംഗ് ഇതിനും ആപ്ലിക്കബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ആ ഒരു ടൈം ടേബിൾ, ആ ഒരു സിലബസ് അവർ തയ്യാറാക്കിയിട്ടുള്ളത്? സിലബസിൽ ഇതേപോലെ നമുക്ക് സബ്ജക്ട്സ് മാത്രമാണ് തന്നിട്ടുള്ളത്. അല്ലാതെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് നമുക്കില്ല. അപ്പൊ ഈ സബ്ജക്ട്സ് വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനാറ്റമി ആൻഡ് ഫിസിയോളജി, അതിന് 10 മാർക്കിന്റെ ചോദ്യങ്ങൾ വരും. ന്യൂട്രീഷൻ, ഹൈജീൻ, ബേസിക് ഫാർമക്കോളജി ആൻഡ് മൈക്രോബയോളജി, അതിനും 10 മാർക്കിന്റെ ചോദ്യങ്ങൾ അതിനെയും ബേസ് ചെയ്ത് വരും. ഫസ്റ്റ് എയ്ഡ്, ബേസിക് മെഡിസിൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ, അതിനും 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. പിന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്, 10 മാർക്കിന്റെ ചോദ്യങ്ങൾ. പബ്ലിക് ഹെൽത്ത്, പ്രൈമറി ഹെൽത്ത് കെയർ ആൻഡ് പോപ്പുലേഷൻ എഡ്യൂക്കേഷൻ, വീണ്ടും 10 മാർക്കിന്റെ ചോദ്യങ്ങൾ അതിൽ നിന്നുണ്ട്. എൻവയറമെന്റൽ സാനിറ്റേഷൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് പ്രോബ്ലംസ്, 10 മാർക്ക്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതും 10 മാർക്കാണ് വരുന്നത്. ഇനി ബാക്കി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ്, പബ്ലിക് ഹെൽത്ത് ആക്ട് ആൻഡ് ലോക്കൽ ഗവർണൻസ്, 10 മാർക്കിന്റെ ചോദ്യം. ബിഹേവിയറൽ സയൻസസ്, സോഷ്യോളജി, സൈക്കോളജി ആൻഡ് മെന്റൽ ഹെൽത്ത്, 10 മാർക്കിന്റെ ചോദ്യം. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ബയോമെഡിക്കൽ വേസ്റ്റ്, പാലിയേറ്റീവ് ആൻഡ് ജെറിയാട്രിക് ഹെൽത്ത്, 10 മാർക്ക്. അപ്പം ഈ രീതിയിൽ ഇങ്ങനെയാണ് 100 മാർക്കിന്റെ ആ ഒരു ചോദ്യങ്ങളിലേക്ക് അവരെത്തുക. അപ്പൊ നമുക്ക് ഇവിടെ ബേസിക്കലി നമുക്കുള്ളത് ആ സബ്ജക്ട്സ് മാത്രമാണ് എന്ന് പറഞ്ഞാൽ സിലബസ് ഭയങ്കര വൈഡ് ആണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പം 25 ഏപ്രിൽ 2024 അല്ല, ഇത് 2025 ഏപ്രിലാണ് പരീക്ഷ നടക്കുന്നത്. അപ്പൊ ഇന്ന് ഞാനിപ്പോ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഡേറ്റ് വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാക്ട്ലി 2 മാസമാണ് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർക്ക് നമ്മളോടൊപ്പം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾ ഇതിന്റെ കോഴ്സ് ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ വാട്ട് യു ഗെറ്റ് ഈസ്, നമുക്ക് ഒരു ഗോൾഡ് ബാച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് കംപ്ലീറ്റ് നോട്ട്സും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ലഭ്യമാകും. അതോടുകൂടി റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ ആഴ്ചതോറും ഒരു മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും.
ആൻഡ് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം 10 ഫുൾ മോഡൽ എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യും ആ ഒരു പരീക്ഷയ്ക്ക് മുന്നേ. അപ്പൊ പരീക്ഷയുടെ ഡേറ്റ് ഞാനിവിടെ പറഞ്ഞല്ലോ, 25 ഏപ്രിലാണ് പരീക്ഷ. അപ്പോൾ ഏകദേശം ഒരു 15th ഏപ്രിലോട് കൂടി നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി ഉള്ള ദിവസങ്ങൾ ഒരു 10 to 15 നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മൾ റിവിഷനും ഈ മോഡൽ എക്സാംസ് നടത്താനുമായിട്ട് ആണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അതേപോലെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. ക്വാളിഫിക്കേഷൻ ഇനി നമുക്ക് ഇറലവെന്റ് ആ, കാരണം ഓൾറെഡി ഇതിന്റെ ആ ഒരു കൺഫർമേഷൻ കൊടുക്കുന്ന ഡേറ്റ് വന്നല്ലോ. അപ്പോൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഇവിടെ കാണുന്നത് SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ്. അതോടൊപ്പം SSLC പാസ്സായിരിക്കണം. അതോടൊപ്പം നമുക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ അതിന്റെ ഇക്വലന്റ് ആണ് നമുക്ക് വേണ്ടതായിട്ട് വരുന്നത്. അതായത് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, അത് 2 വർഷത്തെ കോഴ്സാണ് ഗവൺമെന്റ് കണ്ടക്ട് ചെയ്തത്. ഹെൽത്ത് ഇൻസ്പെക്ടർ സർട്ടിഫിക്കറ്റ് ഫ്രം എനി ഓഫ് ദ മെഡിക്കൽ കോളേജസ് ഇൻ കേരള. ആൻഡ് അതേപോലെ സാനിറ്ററി ഇൻസ്പെക്ടർ സർട്ടിഫിക്കറ്റ് ഓഫ് ബോംബെ ഓർ മദ്രാസ്. പിന്നെ സാനിറ്ററി ഇൻസ്പെക്ടർ സർട്ടിഫിക്കറ്റ് ഓഫ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ ഗവൺമെന്റ് മുംബൈ. സർട്ടിഫിക്കറ്റ് ഇൻ സാനിറ്ററി ഇൻസ്പെക്ടേഴ്സ് കോഴ്സ് awarded by the National Council for Rural Higher Education, അല്ലെങ്കിൽ സാനിറ്ററി ഇൻസ്പെക്ടേഴ്സ് ട്രെയിനിങ് കോഴ്സ് കണ്ടക്ടഡ് ബൈ ദ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കവനൂർ, അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കി വേണം അത് എടുക്കാനായിട്ട്. ബട്ട് ദെൻ ഇപ്പം ഓൾറെഡി അതിന്റെ ആ ഒരു ഡേറ്റ് കഴിഞ്ഞു പോയതുകൊണ്ട് അതിന് ഇപ്പൊ വലിയ പ്രസക്തി ഇല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം നമ്മൾ ഇതിന്റെ കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഡോണ്ട് മിസ് ഔട്ട്, ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ഈ ഒരു കോഴ്സിന്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പം കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ താഴെ കൊടുത്തിട്ടുണ്ടാകും. ആൻഡ് ഒരു വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പും കൂടി ഉണ്ട്. ആ ഒരു സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് ഉള്ള ആ ഒരു ലിങ്കും കൂടെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. ഓൾ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ആ ഒരു സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ എന്നോട് ചോദിക്കാം. ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്നെ വിളിച്ചോ അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചോ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എന്നോട് ചോദിക്കാവുന്നതാണ്. So thank you very much for watching this video and wish you all the very best. Thank you.